IPL മലയാളികൾ 2008 മുതൽ 2025 വരെ ഈ 18 സീസണുകളിൽ നിന്ന് IPL ഭാഗമായിട്ടുള്ള മലയാളികൾ ആരൊക്കെയാണെന്ന് നമ്മളൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. ആരുടെയെങ്കിലും പേരുകൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. ഒന്നാമത്തെ താരം ടിനു യോഹന്നാൻ 2008 RCB ടീമിന്റെ ഭാഗമായിരുന്നു. രണ്ടാമൻ മുംബൈ ഇന്ത്യൻസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, ഗുജറാത്ത് ലയൺസ് തുടങ്ങിയ ടീമുകളുടെ ഭാഗമായിട്ടുള്ള 2017 IPL എമർജിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് വരെ സ്വന്തമാക്കിയിട്ടുള്ള ഒരു താരം ബേസിൽ തമ്പി. മൂന്നാമത് മിഥുനസ്, ലെഗ് സ്പിന്നറാണ്, രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗമായിട്ടുണ്ട്. ഇനി ആസിഫ് KM, ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗമായിരുന്നു, ചെന്നൈക്ക് വേണ്ടിയിട്ട് കുറച്ച് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഇനി മുഹമ്മദ് അസുറുദ്ദീൻ, ഈ തവണയെ നമ്മൾ ടീമുകളിൽ പ്രതീക്ഷിച്ച ഒരു താരമായിരുന്നു. 2021 ഡൊമസ്റ്റിക് സീസണിലെ ഗംഭീര പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ RCBയുടെ ഭാഗമായ താരം. ഇനിയുള്ള താരത്തിന്റെ പേര് നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാവും, പ്രശാന്ത് പരമേശ്വരൻ. വലിയ പ്രതീക്ഷകളോടുകൂടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു താരമാണ്. IPL ആദ്യത്തെ മത്സരത്തിൽ തന്നെ മാൻ ഓഫ് ദി മാച്ച് ആയിട്ട് തുടക്കം കുറിച്ചു. അതും ആദ്യത്തെ വിക്കറ്റ് വെടിക്കെട്ടുകാരനായിട്ടുള്ള സാക്ഷാൽ വീരേന്ദ്ര സെവാഗിന്റെ ഗംഭീര തുടക്കമായിരുന്നു. പക്ഷെ പിന്നീട് ഒരു ഗെയിൽ സ്റ്റോവിൽ കരിയർ മങ്ങിപ്പോയിട്ടുള്ള ഒരു താരമാണ്. ഒരു ഓവറിൽ ഗെയില് പ്രശാന്തിനെതിരെ അടിച്ചുകൂട്ടിയത് 37 റൺസാണ്. ഇന്നും IPL വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പെൻസീവ് ഓവറുകളിൽ ഒന്നാണ്. ആൽഫി ഗോമസ് കൊച്ചി ടസ്കേഴ്സിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ചില പ്രകടനങ്ങൾ ഓർമ്മയുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ പൂനെ, രാജസ്ഥാൻ റോയൽസ് തുടങ്ങിയ ടീമുകളുടെ ഭാഗമായിട്ടുണ്ട് ആൽഫി. വിഷ്ണു വിനോദ്, പുള്ളി പഞ്ചാബ് ടീമിൽ ഇപ്പോൾ ഉണ്ട്. തീയാണ്. പഞ്ചാബിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് മത്സരത്തിലൊക്കെ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഈ ടൂർണമെന്റിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീയാകട്ടെ. ഇനി വിഘ്നേഷ് പുത്തൂർ, ഈ ഒരു മലപ്പുറംകാരന് നമ്മൾ കൈയടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. മുംബൈ ചെന്നൈ സൂപ്പർ എക്സൈറ്റിംഗ് മത്സരത്തിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായിട്ട് ടീമിലെത്തുന്നു. 3 പ്രധാന വിക്കറ്റുകൾ. ക്യാപ്റ്റൻ ഗെയ്ക്വാദ്, ഹൂഡ, ഡൂബ തുടങ്ങിയവരെ പറഞ്ഞയച്ചുകൊണ്ട് തന്റെ ആ ഒരു സാന്നിധ്യം പുള്ളി കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മുംബൈയുടെ വരും മത്സരങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. മത്സരം കഴിഞ്ഞിട്ട് സാക്ഷാൽ ധോണി വെൽ ഡൺ മൈ ബോയ് എന്ന് പറഞ്ഞിട്ട് വിഘ്നേഷിനെ ചേർത്ത് നിർത്തുന്ന ആ ഒരു വിഷനും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി തീയാണ്. തീയാകട്ടെ. അടുത്തത് സച്ചിൻ ബേബി, കേരളത്തിന്റെ ചുണക്കുട്ടി, കരുത്തൻ. RCBക്ക് വേണ്ടിയിട്ട് IPL ഭാഗമായിട്ടുണ്ട്. ഈ തവണ വെടിക്കെട്ടുകാരുടെ ടീമിലാണ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിലാണ്. അടുത്തത് ശ്രീശാന്ത് ഇല്ലാതെ മലയാളി ക്രിക്കറ്റ് ഫാൻസിന് എന്താഘോഷം. 2008 തൻവീറിന് പിന്നാലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുള്ള താരം. ചില സീസണുകളിൽ പരുക്ക് മൂലം പുറത്തിരുന്നിട്ടുണ്ട്. പിന്നീട് ചെയ്യാത്തൊരു തെറ്റിന്റെ പേരിൽ ക്രിക്കറ്റ് കരിയർ ബാൻ ആയിരുന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പേസർമാരിൽ ഒരാളായി ശ്രീശാന്തിന്റെ പേര് മാറിയത്. ലാസ്റ്റ് ബട്ട് ദ ബീസ്റ്റ്, സാക്ഷാൽ സഞ്ജു സാംസൺ, ക്യാപ്റ്റൻ ആകുന്ന ആദ്യത്തെ മലയാളി. രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ, കൊൽക്കത്ത, ഡൽഹി തുടങ്ങിയ ടീമുകളുടെ ഭാഗമായിട്ടുണ്ട്. IPL എക്സ്പെൻസീവ് താരങ്ങളിലൊന്ന്, തീ വിക്കറ്റ് കീപ്പർ, സെൻസിബിൾ ക്യാപ്റ്റൻ, വെടിക്കെട്ട് ബാറ്റ്സ്മാൻ. ഇവരിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആരാണ്?